അസ്സലാമു അലൈക്കും റമദാൻ കരീം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തേത് 25ാമത്തെ നോമ്പാണ്. പെട്ടെന്ന് നോമ്പൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും പെരുന്നാളൊരുക്കങ്ങളൊക്കെ ഏതുവരെയായി? ഡ്രസ്സൊക്കെ എടുത്തോ? മൈലാഞ്ചിയൊക്കെ ഇട്ട് തുടങ്ങിയോ? അപ്പോൾ വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ. കമൻറ്റ് ചെയ്യാത്ത എന്താണ്? എല്ലാവരും കമൻറ്റ് ചെയ്യണം. നമ്മൾ ഉടനെ തന്നെ ഒരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമൻറ്റ് പിക്കർ വെച്ചിട്ട് കമൻറ്റ് ചെയ്യുന്നവരെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരൊറ്റ വീഡിയോ അല്ല, അതിന് മുന്നേ കമൻറ്റ് ചെയ്യുന്നവരെയും ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ. അവർക്ക് കൂടുതൽ കൺസിഡറേഷൻ ഉണ്ടാവും. കാരണം നമ്മുടെ എല്ലാ വീഡിയോസിനും താഴെയായിട്ട് കുറച്ച് പേര് മാത്രം കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ല ഒരു ഗീവ് അവേ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് രാവിലെ തന്നെ കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നേ. അത്താഴത്തിന് എഴുന്നേറ്റിട്ട് നമസ്കരിച്ചതിനൊക്കെ ശേഷം പിന്നീട് വോയിസൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എഴുന്നേറ്റ് ഞാൻ ഉമ്മച്ചിയും കൂടെ കുറച്ച് ക്ലീനിങ്ങിൻ്റെ പണിയിലൊക്കെ ആയിരുന്നു കേട്ടോ. നമസ്കാര കുപ്പായം കഴുകലും അകത്തൊക്കെ ഒന്ന് അടിച്ച് വാരി തുടയ്ക്കാനുണ്ടായിരുന്നു. കുറച്ച് ദിവസമായി തുടച്ചിട്ട് അങ്ങനെ തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കിച്ചണിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഒതുക്കാനുണ്ടായിരുന്നു. ഇന്ന് നമുക്കൊരു ഗസ്റ്റ് കൂടിയുണ്ട് കേട്ടോ. വാപ്പച്ചിയുടെ സഹോദരി ഇന്ന് വരികയാണ്, അതായത് എൻ്റെ മാമി. അപ്പോൾ അവർ പുനലൂരിൽ നിന്നാണ് വരുന്നത്. മാമിയും മോളും മോളുടെ മക്കളുണ്ട്, ഇത്തായുടെ മക്കളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം ഫ്രഷ് ആവാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഫ്രഷായി നമസ്കരിക്കാനായിട്ട് കയറിയ സമയത്ത് അവർ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ മാമി. ഒരു 12 പേരാണ് കേട്ടോ വാപ്പച്ചിയും കൂടെ കൂട്ടി. അപ്പം എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് മാഷാ അല്ലാ. അപ്പോൾ 6 ആണുങ്ങളും 6 പെണ്ണുങ്ങളുമാണ് കേട്ടോ. അപ്പോൾ ഒരാൾ മരണപ്പെട്ടു പോയി, ബാക്കി എല്ലാവരും അൽഹംദുലില്ലാ ഇപ്പോഴും ഉണ്ട്. ഹെയ്സുട്ടൻ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം സ്നാക്കൊക്കെ കഴിച്ചത് നേരത്തെ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ വന്ന സമയത്തൊക്കെ നല്ല ഉറക്കമായിരുന്നു. അവർ വന്ന് കുറേ നേരം നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പോഴാണ് ആകെ ഉള്ളൊരു സന്തോഷം. അപ്പോൾ വാപ്പച്ചിയെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അവർ കുറച്ച് ദൂരെ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴൊന്നും വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും വാപ്പച്ചിയെ വിളിക്കാറുണ്ട്, വീഡിയോ കോളൊക്കെ ചെയ്യാറുള്ള മാമിയാണ്. പക്ഷെ കുറച്ച് ദൂരം ഉള്ളത് കൊണ്ട് തന്നെ പിന്നീട് വന്നാൽ മതിയെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇറങ്ങിയതാണ്. വന്നപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. അതിനിടയിൽ തന്നെ ഹേസുട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. ഉറക്കം എഴുന്നേറ്റ സമയത്ത് കുറച്ച് ചമ്മലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അങ്ങ് റിച്ചിൻ്റെ അടുത്തും പൊന്നിൻ്റെ അടുത്തും പോയിട്ടുണ്ടായിരുന്നേ. റിച്ചുമായിട്ടാണ് കൂടുതൽ അറ്റാച്ച്ഡ്. കാരണം എന്തെങ്കിലും നമ്മുടെ ഫാമിലിയിലൊക്കെ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ റിച്ചാണ് കേട്ടോ അവനെ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടപ്പോൾ തന്നെ ആൾ ചാടി വീണിട്ടുണ്ടായിരുന്നു റിച്ചിൻ്റെ അടുത്ത്. പിന്നീട് പൊന്നിൻ്റെ അടുത്തും പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ അടുത്തും പോകും. അതൊക്കെ കഴിഞ്ഞ് ഹേസുട്ടിന് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നോമ്പൊക്കെ തുറന്നിട്ട് ഇറങ്ങാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ മാമ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മാമക്ക് ഷോപ്പൊക്കെ ഉള്ളത് കൊണ്ട് മാമക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. ഒരുപാട് ദൂരമൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് പുനലൂരത്തേക്ക് നല്ല കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇറങ്ങിയപ്പോൾ വല്ലാത്ത സങ്കടമായിരുന്നു. ഹേസുട്ടൻ ആദ്യം റിച്ചുവിൻ്റെ അടുത്ത് നിന്ന് തിരിച്ച് വരുന്നുണ്ടായിരുന്നില്ലേ. പിന്നെ വാപ്പച്ചിയും കൂടി ടാറ്റ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് റിച്ചുട്ടൻ്റെ നൈസായിട്ടങ്ങ് വാങ്ങി കേട്ടോ വാപ്പച്ചി. എങ്കിലും ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആൾക്ക്. അതൊന്നും കാര്യമാക്കിയില്ല. അവരങ്ങ് പോയ സമയത്ത് മുഖമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങ് ശീലമായി. എല്ലാവരും വന്നിട്ട് പോകുന്നതെന്നൊക്കെ ഉള്ളതേ ശീലമായിട്ടുണ്ട്. അങ്ങനെ അവർ ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നമസ്കരിച്ചതിനൊക്കെ ശേഷം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ ഇഫ്താറിനുള്ള മീൻ ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ്. ഇന്ന് പുറത്ത് തന്നെയാണ് ഉറട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഉമ്മച്ചിയുടെ തട്ടുറട്ടിയും പുറത്ത് നിന്നാണ് ഉണ്ടാക്കുന്നത്. അടുപ്പിൽ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ, ഭയങ്കര സ്വാദ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറി ഉണ്ട്, പിന്നെ ചോറും കിഴങ്ങൊക്കെ ഉണ്ട്. ഹേസുട്ടിന് ചോറ് കൊടുക്കണമെന്നുള്ളതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് തന്നെ ചോറൊക്കെ റെഡിയാക്കും കേട്ടോ. അപ്പോൾ ചോറും മീൻ കറിയും അതേപോലെ കിഴങ്ങൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഉറട്ടിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തരിക്കഞ്ഞി കൂടി ആക്കിയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ റവക്കഞ്ഞി എന്ന് പറയും. റവയും പാലും തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് നെയ്യിൽ കുറച്ച് ഉള്ളിയും പിന്നെ കിസ്മിസും കാഷ്യൂനട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇടാം. ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നെയ്യിലിട്ടൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കുക. എന്നിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഒരു കാരമലൈസ്ഡ് ആക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ആക്കിയതിന് ശേഷം റവയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. ഭയങ്കര റിഫ്രഷ്മെൻ്റാണ്. നമ്മുടെ നോമ്പൊക്കെ തുറന്നതിന് ശേഷമുള്ള ക്ഷീണമൊക്കെ മാറാനായിട്ട് നല്ലതാണ്. അങ്ങനെ മെയിൻ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റതിന് ശേഷം ഹേസുട്ടിന് കുറച്ച് റവക്കഞ്ഞിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ.
അതൊക്കെ കുടിച്ചു. വാപ്പച്ചിയും മച്ചിയും കൂടെ പെരേടത്തിൽ പോയിട്ടുണ്ടായിരുന്നേ. അവിടെ നിന്ന് കുറേ ആദ്യച്ചക്കയും പിന്നെ നച്ചുമ്മയുടെ അവിടെ നിന്ന് ചക്കയും കറിവേപ്പിലയും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മുടെ അമ്പഴങ്ങ ഉണ്ടായിരുന്നു, ചൈനീസ് ഓറഞ്ച് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. നച്ചുമ്മയുടെ അവിടെ രാവിലെയുള്ള ചക്കയായിരുന്നേ, വരിക്കയാണ്. അപ്പോൾ നമുക്ക് പഴിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നോമ്പ് തുറക്കാനുള്ള പണിയിലായിരുന്നു. കാരണം 6:30 ആയിട്ടുണ്ടായിരുന്നു. വേസിട്ടന് ഫുഡൊക്കെ കൊടുത്തിട്ട് അവന് ദേഹമൊക്കെ കഴുകിയിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ശടപടി ഇഫ്താറിനുള്ള ഐറ്റംസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇന്ന് മുസമ്പി ഉണ്ടായിരുന്നു, ആപ്പിൾ ഉണ്ടായിരുന്നു, പിന്നെ തണ്ണിമത്തനുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ പെരേടത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പേരയ്ക്കയും കൂടെ ഉണ്ടായിരുന്നേ. ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ചെറുതായിരുന്നു. പക്ഷേ പേരയ്ക്ക എപ്പോഴും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഒന്നാണെന്നുണ്ടെങ്കിലും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം അതും കൂടെയൊക്കെ എല്ലാം കട്ട് ചെയ്തിട്ട് ശേഷം എല്ലാം ടേബിളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇന്ന് നച്ചുമ്മ കുറച്ച് ഉപ്പിലിട്ട് അമ്പഴങ്ങ കൂടി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല എരിവൊക്കെ ഇട്ടിട്ടുള്ള അമ്പഴങ്ങയായിരുന്നു. അത് ഉപ്പിലിട്ടത് കൂടി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോമ്പ് തുറന്ന ഉടനെ തന്നെ അത് കഴിക്കണമെന്നുള്ള ലക്ഷ്യത്തിലാണ് കേട്ടോ ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അമ്പഴങ്ങയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വലിയ പുളിപ്പായിട്ടൊന്നും തോന്നില്ല. പക്ഷേ 2 ദിവസം വരെ ആ ഒരു കറയുടെ എഫക്റ്റ് ആണോ എന്തോ നല്ല രീതിയിൽ പല്ല് പുളിക്കുവേ. പക്ഷേ നമുക്ക് ആ ഒരു കൊതിയുള്ളത് കൊണ്ട് ഉപ്പിലിട്ട ഐറ്റംസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഒറ്റ എരിപ്പിലിരുന്ന് അതൊക്കെ തീർക്കുവേ. അപ്പോൾ ഒരുപാട് ചുമ്മാ അമ്പഴങ്ങ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മുരിങ്ങയില ഉണ്ടായിരുന്നു. നമ്മളിവിടെ മുരിങ്ങയില ഇപ്പോൾ എല്ലാം തീർന്നിട്ടുണ്ട്. നല്ല വെയിലൊക്കെ അടിക്കുന്ന സ്ഥലത്തായതുകൊണ്ട് എല്ലാം കൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നച്ചുമാരെ അവിടെ അത്യാവശ്യം ഇപ്പം കുറച്ച് എടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുരിങ്ങയിലയും കൂടെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പപ്പായ നമ്മുടെ പെരേടത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നാളെ റെഡിയാവും. ഇന്ന് അത്രയും പഴുത്തിട്ടില്ല കേട്ടോ. പിന്നെ മുന്തിരിയും ഡേറ്റ്സും പിന്നെ ഫ്രഷ് ജ്യൂസായിട്ട് നമ്മുടെ വാട്ടർ മെലണും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ആദ്യ ചക്ക നല്ല പഴുത്തിട്ടുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നേ. രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല കൊതുകാണ് കേട്ടോ. നമ്മൾ നോമ്പുറക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് നല്ലോണം കൊതുക് കാണും. അതുകൊണ്ടാണ് കേട്ടോ ബാറ്റൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് നോമ്പൊക്കെ തുറന്നു. അതിനുശേഷം ഹേസുട്ടന് കുറുക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കിടത്തി ഉറക്കിയേ. ഇന്ന് കുറച്ച് നേരത്തെ തന്നെ ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം കുറുക്കൊക്കെ കുടിച്ചതിന് ശേഷം വെള്ളമൊക്കെ എടുത്ത് വെച്ച് കളിച്ച് ദേഹത്ത് മൊത്തം വെള്ളമൊക്കെ ആക്കി പിന്നീട് ഞാൻ ദേഹമൊക്കെ കഴുകി കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി ഉറക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമസ്കരിക്കാനായിട്ട് വന്ന സമയത്താണ് ഒരു സംഭവം കഴിഞ്ഞിട്ട് എനിക്ക് ചിരി വന്നത്. വേറെ ഒന്നുമല്ല, എൻ്റെ ബോട്ടിൽ ഇത് ഉദ്ഘാടിച്ചത് മാത്രമേ ഓർമ്മ ഉള്ളൂ കേട്ടോ. അതിനുശേഷം പിന്നെ ഒരു സൈഡിൽ ഇരിപ്പായിരുന്നു. ഇനി നോമ്പായതുകൊണ്ടാണോ എന്നറിയില്ല, വലിയ കാര്യത്തിലൊക്കെ വാങ്ങിച്ചതാണ്. പക്ഷേ ഇതിപ്പോൾ യൂസ് ചെയ്യുന്ന ഹേസുട്ടനാണ് കേട്ടോ. വെറുതെ എന്തിനാണോ എന്തോ വാങ്ങിച്ചതെന്നുള്ളൊരു തോന്നലായിരുന്നു. എന്തായാലും നോമ്പ് കഴിയുമ്പോൾ യൂസ് ആയിരിക്കും. ഇപ്പോൾ നോമ്പ് പറഞ്ഞതിന് ശേഷം വെള്ളം കുടിക്കും, അത്താഴത്തിന് വെള്ളം കുടിക്കും. ആ ഒരു ഏർപ്പാടൊക്കെ അല്ലേ ഉള്ളൂ. വലുതായിട്ടൊന്നും വെള്ളം കുടിക്കലില്ല കേട്ടോ ഈ ഒരു നോമ്പായതിന് ശേഷം. അതിനുശേഷം നമസ്കരിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ ബാക്കി വിശേഷങ്ങളായിട്ടൊക്കെ കാണാം കേട്ടോ. അടുത്ത നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടൊക്കെ കാണാം. ഇനിയുള്ള നോമ്പുകൾ കുറച്ച് രാവിനൊക്കെ ഒരുപാട് പ്രത്യേകതകളുള്ളതാണ്. അപ്പോൾ കൂടുതൽ വിഭാഗത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇൻഷാ അല്ലാ എല്ലാവർക്കും അതൊക്കെ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ദുആയിൽ നമ്മളെയും കൂടി ഉൾപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.